ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവാഗതനായ ദേവദത്ത് ഷാജി തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു ക്രൈം കോമഡി എന്റർടൈനർ സിനിമയാണ് ധീരൻ. ചിത്രം തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. രാജേഷ് മാധവൻ, ജഗദീഷ്, മനോജ് കെ ജയൻ, സിദ്ധാർത്ഥ് ഭരതൻ, വിനീത്, സുധീഷ്, അശോകൻ, ശബരീഷ് വർമ്മ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 1,02,00,000 രൂപയായിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 20 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 1,22,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കേരള കളക്ഷൻ. 5-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ഈ സിനിമ 1,40,00,000 റേഞ്ചിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. റാം തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 4 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പറന്തുപോ. ശിവ, മിഥുൽ റയാൻ, ഗ്രേസ് ആന്റണി, അജു വർഗീസ്, അഞ്ജലി എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2,85,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടക കളക്ഷനായി 18 ലക്ഷം രൂപയും കേരള കളക്ഷനായി 2 ലക്ഷം രൂപയുമാണ് ആദ്യ 3 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 3,05,00,000 രൂപയായിരുന്നു. അതേസമയം 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 43 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് 3,48,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഏകദേശം 35 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 3,80,00,000 റേഞ്ചിലാണ്. ഈ സിനിമയുടെയും വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ശ്രീ ഗണേഷ് തിരക്കഥ സംവിധാനം ചെയ്ത് ജൂലൈ 4 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് 3 BHK. സിദ്ധാർത്ഥ്, ശരത് കുമാർ, ദേവയാനി, മീത രഘുനാഥ്, യോഗി ബാബു എന്നിങ്ങനെയാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് 6,13,00,000 രൂപയായിരുന്നു. 4-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് ഏകദേശം 83 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 6,96,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത്. 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ ഏകദേശം 70 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ സിനിമ കേരളത്തിൽ ആദ്യ 4 ദിവസം കൊണ്ട് 23,50,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. 5-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. വിശാൽ ഫ്യൂരിയ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ഹൊറർ ബോളിവുഡ് സിനിമയാണ് മാ. അജയ് ദേവ്ഗൺ നിർമ്മിച്ച ഈ സിനിമയിൽ കാജോൾ, റോണിത് റോയ്, ഇന്ദ്രനീൽ സെൻഗുപ്ത എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 11 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 32,30,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 38,75,00,000 രൂപയുമാണ്. 11 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 6 കോടി രൂപയുമാണ്. 11 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 44,35,00,000 രൂപയുമാണ്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളായി ഷാഹി കബീർ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് റോന്ത്. ഈ സിനിമ 25-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 3,20,000 രൂപയായിരുന്നു. ചിത്രം 25 ദിവസം കൊണ്ട് 6,43,00,000 രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. എസ് വിപിൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, ബൈജു അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 25-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 25 ദിവസം പിന്നിടുമ്പോൾ 5,96,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.